സെക്കൻഡ് സെമസ്റ്റർ BSc നഴ്സിംഗ് ഫൗണ്ടേഷൻ തേർഡ് യൂണിറ്റ് ന്യൂട്രീഷൻ നീഡ്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പോർഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. റിമൈനിങ് ഈ ക്ലാസ് നമുക്ക് കാണാം. INC സിലബസ് ബേസ് ചെയ്തുള്ള ക്ലാസ് ആണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഈ സെയിം സിലബസും സെയിം എക്സാം പാറ്റേണും ആണ്. സോ നമുക്ക് മീറ്റിംഗ് ന്യൂട്രീഷൻ നീഡ്സ് ഓഫ് പേഷ്യന്റ് സ്റ്റാർട്ട് ചെയ്യാം. Feeding helpless patient is a challenging task to meet the basic nutrition needs for maintaining body activities. മീറ്റിംഗ് ന്യൂട്രീഷൻ നീഡ്സ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓറൽ ഫീഡിങ്, കെയർ ഓഫ് പേഷ്യൻ്റ് ഇൻ ഡിസ്ഫാജിയ, ഇനി പേഷ്യൻ്റ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അഡീഷണൽ മെഷേഴ്സ് അല്ലെങ്കിൽ അതിന് എന്താണ് പകരം ചെയ്യാവുന്ന ടു ഫീഡ്, ഗ്യാസ്ട്രോസ്റ്റമി, TPN ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മളിനി കാണാൻ പോകുന്ന ഒരു ഹോസ്പിറ്റലിൽ വന്ന പേഷ്യൻറ്റിന് എങ്ങനെയൊക്കെയാണ് ന്യൂട്രീഷൻ നീഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ദാറ്റ് മീൻസ് പല ടൈപ്പ് ഓഫ് ഫീഡിംഗ് ആണ്. ആ ഫീഡിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ കാണും, ആ ഫീഡിങ്ങിന്റെ പ്രൊസീജിയർ കാണും, NGT ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് കാണും. അതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ സമ്മറി. സോ ഫസ്റ്റ് നമ്മൾ ഒരു പേഷ്യന്റിന് കൊടുക്കുന്നത് ഓറൽ ഫീഡാണ്. ഓറൽ ഫീഡിങ് പറ്റില്ലാത്തവർക്കാണ് ഫർദർ മൂവ്മെന്റിലേക്ക് നമ്മൾ പോകുന്നത്. ഓറൽ ഫീഡിങ് അസിസ്റ്റിംഗ് എ ഹെൽപ്ലെസ് പേഷ്യന്റ് ടു ടേക്ക് ഫുഡ് ആൻഡ് ഫ്ലൂയിഡ്. അതായത് ഓറൽ ഫീഡിങ് എന്നാണ്, കൊടുക്കുക എന്നർത്ഥം. ഓറൽ ഫുഡ് എന്ന് പറഞ്ഞ പേഷ്യന്റ് തന്നെ എടുക്കുന്നതാണ്. അപ്പൊ ഫീഡ് ചെയ്യുന്നത് എപ്പോഴാണ്? പേഷ്യന്റിന് തന്നെ ഫുഡും ഫ്ലൂയിഡും എടുക്കാൻ സാധിക്കാത്ത സിറ്റുവേഷനിലാണ്. ഹെൽപ്പിംഗ് പേഷ്യന്റ് ഹു കാനോട്ട് ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ഇൻഡിപെൻഡന്റ്ലി ടേക്ക് ടൈം, അണ്ടർസ്റ്റാൻഡ് ആൻഡ് പേഷ്യൻസ്. കുറേ നേരം എടുത്ത് പേഷ്യൻസും അവരെ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ നമുക്ക് വേണം. ഇനി ഈ പ്രൊസീജിയറിന്റെ പ്രിലിമിനറി അസസ്മെന്റ് എന്താണ് ആദ്യം അസസ് ചെയ്യേണ്ടത്? നിങ്ങൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ ആണ് പഠിക്കുന്നത്. അപ്പൊ എല്ലാ ക്ലാസ്സും അസസ്മെന്റും പ്ലാനിങ്ങും പ്രിലിമിനറി ആർട്ടിക്കിൾ പ്രിപ്പറേഷൻ ഇതെല്ലാം ബേസ് ചെയ്ത് തന്നെയാണ് പോകേണ്ടത്. ഫസ്റ്റ് ചെക്ക് ദ ഫിസിഷ്യൻ ഓർഡർ. ഏത് പ്രൊസീജിയർ ചെയ്യുന്നതിനും, ആംബുലേറ്റ് ചെയ്യുക, ന്യൂട്രീഷൻ സ്റ്റാർട്ട് ചെയ്യുക, എല്ലാത്തിനും ഒരു ഡോക്ടറിന്റെ ഓർഡർ വേണം. കാരണം എപ്പോഴാണ് പേഷ്യന്റ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എപ്പോഴാണ് ആംബുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈവൻ നമുക്ക് അറിയായിരിക്കും, എങ്കിലും ഓർഡർ ഉള്ളതാണ് നമ്മുടെ സേഫ്റ്റി. ചെക്ക് ഫിസിഷ്യൻ ഓർഡർ. Plan diet according to the need of the patient. Ensure that the ordered diet is prepared properly and safely. Find out food habit of patient. Find out any treatment or procedure carry out immediately. Check the general condition of the patient. Check the patient ability to follow direction. Check the article available in the unit. അതായത് ഒരു പ്രൊസീജിയർ ചെയ്യാൻ, അതായത് ഫീഡിങ് പ്രൊസീജിയർ ചെയ്യാനായിട്ട് നമ്മൾ പേഷ്യൻ്റ് അടുത്ത് വന്നു. ഇനി ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് പ്രൊസീജിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. പേഷ്യൻ്റ് അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓർഡർ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഡോക്ടറിൻ്റെ ഓർഡർ ഉണ്ട് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഓർഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആയി. സെക്കൻഡ് പാർട്ട് എന്താണ്? നമ്മൾ ഇനി പേഷ്യൻ്റ് അടുത്ത് വരണം. ഓർഡർ കഴിഞ്ഞാൽ പേഷ്യൻ്റ് അടുത്ത് വന്നു വെച്ചാൽ നമ്മൾ പേഷ്യൻ്റെ കണ്ടീഷൻ നോക്കും. പേഷ്യനോട് ചോദിക്കും ഏത് ഫുഡാണ് ഇഷ്ടം, പേഷ്യൻ്റ് പറഞ്ഞാൽ എല്ലാം ഫോളോ ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കണം. അതിനുശേഷം പേഷ്യൻ്റെ കണ്ടീഷൻ, ഇപ്പോൾ ഉറങ്ങുവാണോ അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇതെല്ലാം അന്വേഷിച്ചിട്ട് കംഫോർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ. കാരണം തന്നെ പേഷ്യന്റ് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ പേഷ്യന്റ് അരമണിക്കൂർ മുമ്പ് എക്സ്റേ പോകണം, അല്ലെങ്കിൽ ഇപ്പൊ എക്സ്റേക്ക് വിളിക്കും. അപ്പൊ നമ്മൾ ഹറി ആയിട്ടൊന്നും ചെയ്യരുത്. അതനുസരിച്ച് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രിലിമിനറി ആയിട്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ എല്ലാം ഉണ്ട് എന്ന് എൻഷുർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഓരോ പ്രൊസീജിയർ തുടങ്ങി കഴിഞ്ഞിട്ട് ഹാഫ് ആകുമ്പോൾ അടുത്ത ആർട്ടിക്കിൾ എടുക്കാൻ പോകുന്നതൊന്നും അത്ര ഇൻട്രസ്റ്റിംഗ് തിങ്സ് അല്ല. ആർട്ടിക്കിൾ, ഏതൊക്കെ ആർട്ടിക്കിളാണ് ഒരു ഓറൽ ഫീഡിന് ആവശ്യം? അപ്പൊ നമ്മൾ ഇങ്ങനെ തിങ്ക് ചെയ്യുക, ഓറൽ ഫീഡിന് എന്തൊക്കെ വേണം, എന്തെല്ലാം ആവശ്യം വേണം നോക്കണം. ഗ്ലാസ് ഓഫ് വാട്ടർ വേണം, ഫുഡ് എടുത്തുകൊണ്ടിരുന്ന വേണം, പിന്നെ പേഷ്യന്റ് ചെസ്റ്റയിൽ ഇടാനായിട്ട് അവിടെ വെറ്റാകാതിരിക്കാനുള്ള മാക്കിൻഡോഷോ അല്ലെങ്കിൽ അണ്ടർപാടെന്ന് ഇങ്ങനെയൊക്കെ പല പേരുകളിൽ അറിയപ്പെടും, അങ്ങനെ വേണം. അതിനുശേഷം വൈപ്പ് ചെയ്യണമെങ്കിൽ വേണം. ഇതെല്ലാം ചിന്തിക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചിന്തിക്കണം. നമ്മൾ ഈ സ്റ്റുഡൻസിനോടൊക്കെ ചോദിക്കുമ്പോൾ ഇവർ കാണാതെ പഠിച്ചേക്കുവാണ്. ഇതിലൊരു ആർട്ടിക്കിൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബാക്കി ഒന്നും പറയാൻ കിട്ടില്ല. കാരണം ഇത് ബൈഹാർട്ടാണ്. ബൈഹാർട്ട് പഠിക്കരുത്. പ്രൊസീജിയർ ചെന്ന് അവിടെ നിൽക്കുമ്പോൾ മുതൽ ലാസ്റ്റ് വരെയുള്ളത് നമ്മളിങ്ങനെ ഓരോന്ന് ഇമാജിൻ ചെയ്തിട്ട് വേണം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ. കണ്ടെയ്നിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, വെള്ളം വേണം. അതിനുശേഷം ഫേസ് ടവൽ, മാക്കിൻടോഷ്, അതായത് പ്രൊട്ടക്ട് ദ ഗാർമെന്റ്സ് ഒക്കെയാണ്, അല്ലെങ്കിൽ ബെഡൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. അതായത് ഓറൽ ഫീഡ് ഇങ്ങനെ ഫൗളേഴ്സ് പൊസിഷൻ ഇരിക്കുന്നതാണെങ്കിൽ നെക്കിന്റെ താഴെയൊക്കെ ആയിട്ട് മാക്കിൻടോഷ് ഇടണം, അല്ലെങ്കിൽ പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ ബെറ്റാവും. പിന്നെ നമ്മളതെല്ലാം മാറേണ്ടി വരും. ബാക്ക് റെസ്റ്റ്, കാർഡിയാക് ടേബിൾ, അതായത് ഫൗളേഴ്സ് പൊസിഷൻ ഇരുത്തുക.
ഈ സിറ്റിംഗ് പൊസിഷൻ ഇരുത്തുക. പിന്നെ പേഷ്യൻ്റ് എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്, ഫോർക്കും സ്പൂണും ഒക്കെ ഉള്ളതാണ്. അത് ഫീഡിങ് കപ്പ് യൂസ് ചെയ്യുന്നവർക്ക് കപ്പ്, അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചാണ് കേട്ടോ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഫീഡിന് ശേഷം മൗത്ത് വാഷ് ചെയ്ത് ചെയ്യാൻ വേണ്ടി മൗത്ത് വാഷിംഗ് തിങ് വേണം. പിന്നെ അതിനുശേഷം കിഡ്നി ട്രേ വേണം. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ. ഇനി പ്രൊസീജിയർ. ഇനി നമ്മൾ എങ്ങനെയാണ് പ്രൊസീജിയർ? ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓർഡർ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് ഓറൽ ഫീഡ് ഇത്ര അവർലി ഇത്ര ml എന്നൊക്കെ കാണും. കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ആണുള്ളത്. അതിനുശേഷം നമ്മൾ പേഷ്യൻ്റ് അടുത്ത് പോയിട്ട് പേഷ്യനോട് പറയണം എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ടു ദ പേഷ്യൻ്റ്. അതായത് ഞാൻ ഫീഡ് കൊടുക്കാൻ വരുവാണ്. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്, ഇവർക്കിത് ഫോളോ ചെയ്യാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ ചെയ്യണം. അതിനുശേഷം പേഷ്യനോട് ഓഫർ ചെയ്യണം ബെഡ് ഫാൻ. ഇപ്പോൾ വല്ലോ ബാത്റൂമിൽ പോകാൻ തോന്നുന്നുണ്ടോ, യൂറിൻ പാസ് ചെയ്യണോ, അങ്ങനെ വേണമെങ്കിൽ ആദ്യം തന്നെ ബെഡ് ഫാൻ ഓഫർ ചെയ്യുക. എപ്പോഴും ആദ്യം തന്നെ പേഷ്യൻറ്റിൻ്റെ ബേസിക് നീഡ്സിനുള്ള ആവശ്യങ്ങൾ വേണോ എന്ന് ചോദിക്കുക. അതിനുശേഷം നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക. ഹാൻഡ് വാഷ് ചെയ്യുന്നത് എന്തിനാണ്? ക്രോസ് ഇൻഫെക്ഷൻ, അതായത് പേഷ്യൻറ്റിൽ നിന്ന് നമ്മളിലേക്കും നമ്മളിൽ നിന്ന് പേഷ്യൻറ്റിലേക്കും കിട്ടാതിരിക്കാനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിൽ നിന്ന് പേഷ്യൻറ്റിലേക്ക് കിട്ടാതിരിക്കുക എന്നുള്ളതാണ് ഇൻറ്റൻഷൻ. കാരണം നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ്. നമ്മൾ പല പേഷ്യൻ്റെ അടുത്ത് പോകുന്നുണ്ട്, പല ടൈപ്പ് പേഷ്യൻസിൻ്റെ ഫയൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പേഷ്യൻസ് ഒരു ഡിസീസ് കണ്ടീഷനിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പോലെ ആയിരിക്കും, പെട്ടെന്ന് അസുഖം വരും. ദെൻ ഫുഡ് ഏപ്രിൻ, നമ്മുടെ മേത്തേക്ക് ഒന്നും വരാതെ ഏപ്രിൻ ഇടുക. അസിസ്റ്റ് ദ പേഷ്യൻ്റ് ടു സിറ്റ് അപ്രൈറ്റ്, ഒരു പ്രോപ്പർ പൊസിഷന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുക. ഇഫ് ദ പേഷ്യൻ്റ് യൂസ് ഡെഞ്ചേഴ്സ് എൻഷുർ ദേ ആർ ക്ലീൻ ആൻഡ് ഓഫർ അസിസ്റ്റൻസ് ടു ഇൻസേർട്ട് ഇഫ് നെസസറി. അതായത് ഡെഞ്ചേഴ്സ്, ആർട്ടിഫിഷ്യൽ ടീത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനും അത് എൻഷുർ ചെയ്യണം നമ്മളത് അവർക്ക് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നത്, ഇതൊക്കെ നോക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ആർട്ടിഫിഷ്യൽ ഡെഞ്ചേഴ്സ് മേ ബി ആസ്പിറേഷനൊക്കെ ചാൻസ് ആണ്. കാരണം അതോടൊപ്പം തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഹൈലി ഇൻഫെക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഡീകണ്ടാമിനേറ്റ് യുവർ ഹാൻഡ് ബിഫോർ ഹാൻഡ്ലിങ് ഫുഡ്. അപ്പോൾ ഹാൻഡ് വാഷ് ചെയ്തു, പേഷ്യൻ്റ് അടുത്ത് വന്ന് പേഷ്യൻറ്റിനെ നമ്മൾ ഇരുത്തി പേഷ്യൻറ്റിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിന് ശേഷം വീണ്ടും കൈ കഴുകണം. എന്തിനാണ്? ഫുഡ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിനപ്പുറം കൈ കഴുകേണ്ടതാണ് കേട്ടോ. കൈ കഴുകിയിട്ടാണ് പേഷ്യൻ്റ് ഫുഡ് ഹാൻഡിൽ ചെയ്യാവുള്ളൂ. പ്രൊട്ടക്ട് ദ പേഷ്യൻ്റ് ക്ലോത്തിങ് ആൻഡ് ബെഡ്. മാക്കിൻഡോഷ് ഇടണം. ആക്ച്വലി നമ്മൾ മാക്കിൻഡോഷ് ഇട്ടിട്ടാണ് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നത്. അപ്പം നമ്മൾ ആദ്യം കൈ കഴുകിയേച്ച് വരും, അതിനുശേഷം ഈ പ്രൊസീജിയറുകളെല്ലാം ചെയ്യും. അപ്പം നമ്മുടെ കൈ വീണ്ടും ഡയർട്ടി ആകും. ഡയർട്ടി മീൻസ് നമുക്ക് ഒന്നുകൂടെ ഒരു ഇത് വരും, കാരണം അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ. ഹൈ ചാൻസ് ഫോർ ഇൻഫെക്ഷൻ ആണ്. എവിടെ എന്ത് മൈക്രോ ഓർഗാനിസം ആണെന്ന് അറിയത്തില്ല. ഹോസ്പിറ്റൽ അക്യൂഡ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞ് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പാണ് വീണ്ടും കൈ കഴുകേണ്ടത്. സിറ്റ് ഡൗൺ അറ്റ് ദ പേഷ്യൻസ് ഐ ലെവൽ. പേഷ്യൻ്റ് അടുത്ത് ഐ ലെവലിൽ ഇരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ബാക്കിലോ എഴുന്നേറ്റിരിക്കുകയോ ഒക്കെ ചെയ്താലും ബുദ്ധിമുട്ടാണ്. അതെന്തിനാണ്? ഐ ലെവൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഡു നോട്ട് ബി ഡിസ്ട്രാക്റ്റഡ് ബൈ വാട്ട് ഈസ് ഗോയിങ് ഓൺ അറൗണ്ട്. നമ്മൾ ഈ ഒരു പേഷ്യൻറ്റിന് ഫീഡ് ചെയ്യുമ്പം അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ചുറ്റും ഏതെങ്കിലും പേഷ്യൻറ്റ് വിളിച്ചു, അതിൻ്റെ റിലേറ്റീവ്സ് വിളിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ട് ചെയ്തു, നഴ്സസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞവരുണ്ട്, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ അറ്റൻഷൻ പോയാൽ പേഷ്യൻറ്റ് ആസ്പിരേറ്റ് ചെയ്യാനും ചോക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് ഏബിൾ ടു ഈറ്റ് ബൈ സെൽഫ്, എൻകറേജ് ഇറ്റ്. പേഷ്യൻറ്റിന് തന്നെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ വീണ്ടും ഫാസ്റ്റായിട്ട് കൊടുത്തിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പേഷ്യൻറ്റിനെ നമ്മൾ എൻകറേജ് ചെയ്യണം തന്നെ ചെയ്യാൻ. എങ്കിൽ മാത്രമേ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പിന്നെ ചെയ്യാൻ സാധിക്കുള്ളൂ. ടെൽ ദ പേഷ്യൻറ്റ് വാട്ട് ഈസ് ഓൺ ദ പ്ലേറ്റ് ആൻഡ് ദാറ്റ് ഈസ് പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഫോർ ദോസ് ഹു ആർ വിഷ്വലി ഇമ്പയർഡ്. അതായത് ഒരാൾക്ക് ശരിക്കും കാണാനൊന്നും പറ്റുന്നില്ല, വിഷ്വലി ഇമ്പയർഡ് ആണെങ്കിൽ നമ്മൾ എന്താണ് കൊണ്ടുവന്നേക്കുന്നത് അങ്ങനെ പറയണം. ഇന്ന ഫുഡാണ്. ഇപ്പോൾ ഔട്ട്സൈഡിലൊക്കെയാണ് നമ്മൾ പറയുന്ന സാൻഡ്വിച്ച് ആണ്, അല്ലെങ്കിൽ കസ്റ്റാർഡ് ആണ്, ഇന്ന കസ്റ്റാർഡ് ആണ്, ഇങ്ങനെയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ആസ്ക് വെദർ ദ പേഷ്യന്റ് ഹാസ് എ പ്രിഫേർഡ് ഓർഡർ ഇൻ വിച്ച് ദ വിഷസ് ടു ഈറ്റ് ദ ഫുഡ്. അപ്പം നമ്മൾ ചോദിക്കണം, ഇനി അടുത്ത പ്രാവശ്യം എന്താണ് കൊണ്ടുവരേണ്ടത്, എന്ത് കഴിക്കാനാണ് തോന്നുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആസ് ഹൗ ദ പേഷ്യന്റ് വുഡ് ലൈക്ക് ടു റിസീവ് ദ ഫുഡ്. എങ്ങനെയാണ്, സ്പൂൺ വേണോ, ഫോർക്ക് വേണോ, ഇങ്ങനെയൊക്കെ ചോദിക്കണം. അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. വിഷ്വലി ഇമ്പയർഡ് പേഷ്യന്റ് ഷുഡ് ബി ടോൾഡ് വാട്ട് യു ആർ പുട്ടിങ് ഓൺ ദ ഫോർക്ക് ഓർ സ്പൂൺ ബിഫോർ റേസിംഗ് ടു യുവർ ലിപ്സ്. ഇപ്പം നമുക്കിപ്പോൾ 2-3 ഐറ്റംസ് ഒരു പ്ലേറ്റിലുണ്ട്, സലാഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് വെച്ചു. അപ്പം നമ്മൾ ഇവർക്ക് കാണാനും സാധിക്കില്ല. അപ്പോൾ ഓരോന്ന് എടുക്കുമ്പം ഇത് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഡു നോട്ട് ഓവർലോഡ് ദ ഫുഡ്. When patient has decreased appetite, try to feed a small amount. Offer sip of fluid after every couple of mouthful. When the patient has had enough of the main course, offer dessert on the same way.
After the meal, ensure the patient is clean and comfortable. Offer the patient a chance to clean their teeth and dentures. At the end of the meal, ensure the patient has a drink. Be aware those who need help with eating will need help with the drinking as well. അപ്പോൾ പേഷ്യൻ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളമൊക്കെ എടുത്തു എന്നൊക്കെ നമ്മൾ എൻഷുർ ചെയ്തിട്ട് വേണം വരാനാ. എല്ലാം കഴിഞ്ഞ് പേഷ്യൻറ്റിനെ കംഫോർട്ടബിൾ പൊസിഷനിൽ ഇരുത്തുക, ബെഡ് ടൈഡി ചെയ്യുക, ദെൻ എല്ലാ ആർട്ടിക്കിൾസും ക്ലീൻ ചെയ്യുക, ക്ലീൻ ചെയ്ത് റീപ്ലേസ് ചെയ്യുക, നമ്മളുടെ ഗ്ലൗസ് ഊരുക, ഏപ്രിൻ ഊരുക, ദെൻ ആഫ്റ്റർ ദാറ്റ് ഹാൻഡ് വാഷ് ചെയ്യുക, ഡോക്യുമെന്റ് ചെയ്യുക. അപ്പോൾ പ്രൊസീജിയറുകളെല്ലാം ഒന്ന് ചെയ്യേണ്ട പാറ്റേൺ അറിഞ്ഞിരുന്നാൽ എല്ലാ പ്രൊസീജിയറും ഇങ്ങനെ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യം പ്രിസ്ക്രിപ്ഷൻ നോക്കുക, അതായത് ഓർഡർ ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം പേഷ്യന്റ് പ്രിപ്പറേഷൻ, കൺസെന്റ് വേണ്ടവർക്ക് കൺസെന്റ് വാങ്ങിക്കണം. അതിനുശേഷം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ ആർട്ടിക്കിൾ എല്ലാം അറേഞ്ച് ചെയ്യണം. പിന്നെ ഓരോ പ്രാവശ്യവും എന്ത് ചെയ്യണം, ആ പ്രൊസീജിയർ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുണ്ടല്ലോ, അത് ചെയ്യുക. അതിനുശേഷം എല്ലാ കാര്യങ്ങളും റീപ്ലേസ് ചെയ്യണം, ഹാൻഡ് വാഷ് ചെയ്യണം, ഡോക്യുമെന്റ് ചെയ്യണം. ഇങ്ങനെയാണ് ആക്ച്വലി ഒരു പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടത്. അടുത്തത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഇൻറ്റുബേഷൻ. ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യുക, ട്യൂബ് ഇൻസേർട്ട് ചെയ്യുക. എവിടുന്നാണ്? ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈൻ. ഇപ്പോൾ സ്റ്റൊമക്കോ അല്ലെ ഇൻഡസ്റ്റൈനിലേക്കുള്ള ട്യൂബ് ഇൻസേർഷൻ പല ടൈപ്പ്. ഇൻറ്റുബേഷൻ ഇസ് ദ പ്ലേസ്മെന്റ് ഓഫ് ട്യൂബ് ത്രൂ എ ബോഡി ഓറിഫൈസ്. ഒരു ബോഡിയുടെ ഓൾറെഡി ഉള്ള ഓറിഫൈസിൽ കൂടി ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് നേസോ ഗ്യാസ്ട്രിക്, അതായത് നോസാണ്, നോസിൽ നിന്ന് സ്റ്റൊമക്ക് വരെയുള്ള ഇൻറ്റുബേഷൻ. ഇറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ട്യൂബ് ത്രൂ ദ നെയർസ് ഇൻ ടു ദ നോസ് ഡൗൺ ടു ദ ഈസോഫാഗസ് ഇൻ ടു ദ സ്റ്റൊമക് വിച്ച് ഇസ് ദ പ്രിഫേർഡ് മെത്തേഡ്. അതായത് ഒരു ട്യൂബ് നേസൽ ക്യാവിറ്റിയിലൂടെ ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിലേക്ക് ഇടുക. ഇതാണ് കോമൺലി. എന്തിനാണ്? ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയും ഡീകംപ്രസ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയും എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് GI ഫ്ലൂയിഡ് എടുക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ നേസോ ഗ്യാസ്ട്രിക് ഇൻറ്റുബേഷൻ ആണ് ചെയ്യുന്നത്. ഇറ്റ്സ് പ്ലേസ്മെന്റ് ബൈപാസ് ദ ഗ്യാഗ് റിഫ്ലക്സ് ഏരിയ അറ്റ് ദ ബാക്ക് ഓഫ് ദ ഓറോഫാറിങ്സ്. കമ്മ്യൂണിക്കേഷൻ വിൽ നോട്ട് ബി എഫക്റ്റഡ്. അതായത് ഈ OGT അല്ലെ NGT ഇടുന്ന പേഷ്യന് സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓറോഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാൽ ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന മൗത്തിലൂടെയാണ്. എവിടം വരെയാണ്? സ്റ്റൊമക്ക് വരെയാണ്. ഇതാണ് ഓറോഗ്യാസ്ട്രിക് ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. ദെൻ നേസോ ജെജുനൽ. എന്ന് പറഞ്ഞാൽ നോസിലൂടെയാണ്, ജജുനം വരെ പോകുന്നതാണ്. അതെങ്ങനെയാണ്? ഈസോഫാഗസ്, സ്റ്റൊമക്ക്, അതിനുശേഷം വീണ്ടും ഇൻസേർട്ട് ചെയ്യും താഴേക്ക്. അതായത് ഈ സ്റ്റൊമക്കിന്റെ താഴെ ഭാഗമായിട്ടാണല്ലോ ജജുനം വരുന്നത്. ഗ്യാസ്ട്രോസ്റ്റമി എന്ന് പറഞ്ഞാൽ ഒരു സർജിക്കൽ ഓപ്പണിംഗ് ഇട്ടിട്ട് അതിലൂടെ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഇതാണ് ഗ്യാസ്ട്രോസ്റ്റമി. ഇവിടെയാണ് സ്റ്റൊമക്ക്, ഇത് സർജിക്കൽ ഓപ്പണിംഗിൽ ഇട്ടിട്ട് അതിലൂടെ ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡീകംപ്രഷനോ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതിനെയാണ് ഗ്യാസ്ട്രോസ്റ്റമി. ജെജുനോസ്റ്റമി ഉണ്ട്, അതായത് ഈ സ്റ്റൊമക്കിന്റെ താഴത്താണ് ജജുനം, അവിടെ ഡയറക്റ്റ്ലി ഒരു സർജിക്കൽ ഓപ്പണിംഗ് ഇട്ടിട്ട് ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് ജെജുനോസ്റ്റമി എന്ന് പറയുന്നത്. ഇതെല്ലാമാണ് കോമൺലി യൂസ് ചെയ്യുന്ന ആക്ച്വലി നേസോഗ്യാസ്ട്രിക്കും ഓറോഗ്യാസ്ട്രിക്കും ആണ്. എന്തെങ്കിലും ഡിസീസ് കണ്ടീഷന് മാത്രമാണ് നേസോജെജിനൽ, ഗ്യാസ്ട്രോസ്റ്റമി അങ്ങനെയുള്ള എല്ലാം യൂസ് ചെയ്യുന്നത്. Then nurse can perform nasogastric, orogastric and nasojeginal intubation. സാധാരണ സർജിക്കൽ ഇൻവേസീവ് പ്രൊസീജിയർ അല്ലാത്ത എല്ലാ നേഴ്സസിനും ചെയ്യാം. പക്ഷെ സർജിക്കലി ഇൻസേർട്ട് ചെയ്യേണ്ട ഗ്യാസ്ട്രോസ്റ്റമി, ജെജുനോസ്റ്റമി ഒക്കെ സർജിക്കൽ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ സർജനാണ് അല്ല ഡോക്ടറാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്തതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? പേഷ്യന്റിന് ഫീഡ് കൊടുക്കുക എന്നുള്ളതാണ്. അത് മെയിൻ. അല്ലാതെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ താഴെ ഇൻഡിക്കേഷൻസ് കാണും. എൻട്രൽ ഫീഡിംഗ് ഓർ ഗ്യാസ്ട്രിക് ഗാവേജ് ഇസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫീഡ് ത്രൂ ട്യൂബ് പ്ലേസ്ഡ് ഇൻ ദ സ്റ്റൊമക് ബൈ എ നോസ് ഓർ മൗത്ത്. Enteral feeding is the preferred method for meeting the nutrition needs if the patient GI tract is functioning normally. അതായത് പേഷ്യന്റ് GI tract ഫങ്ഷനിങ് ആണ്. ഇപ്പോൾ ഫുഡ് കൊടുത്താലും ഡൈജസ്റ്റ് ആകുമ്പോൾ നമുക്ക് നേസോഗ്യാസ്ട്രിക് കൊടുക്കാം. പിന്നെ ഇപ്പോൾ കൊടുക്കേണ്ട അവസ്ഥ ചിലപ്പോൾ ഈസോഫാഗസ്, ഡിസ്ഫാജിയ, സൊളോയിങ് ഇതെല്ലാം വരുമ്പോഴാണ് നമ്മൾ ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഇൻസേർഷൻ ഇസ് എ റിലേറ്റീവ്ലി കോമൺ പ്രൊസീജിയർ. നമ്മൾ ഹോസ്പിറ്റലിലോ കമ്മ്യൂണിറ്റി ഹെൽത്തിലോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്, കോമൺ പ്രൊസീജിയറാണിത്. എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ്, ദെൻ ഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ, എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം നമുക്ക് ഈ എൻട്രൽ ഫീഡ് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഗ്യാസ്ട്രിക് ഇൻറ്റുബേഷൻ ചെയ്യാവുന്നതുമാണ്.
Indication for enteral feeding. Enteral feeding in indication. Patient who cannot eat. Food കഴിക്കാൻ പറ്റണില്ല. Patient is unable to take food by mouth. It may be comatose patient or patient on mechanical ventilator, but GI tract is functioning. Patient വെന്റിലേറ്ററിലാണ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് കോമ സ്റ്റേജിലാണ്, അതായത് അൺകോൺഷ്യസ് സ്റ്റേജിലാണ്. അങ്ങനെയുള്ള പക്ഷേ GI ട്രാക്ക് ഫങ്ഷനിങ് ആണ്. അതെങ്ങനെയാണ് അറിയുന്നത്? ബൗൾ സൗണ്ട് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ടു ഫീഡ് കൊടുക്കാം. പേഷ്യൻ്റ് ഹു റെഫ്യൂസ് ടു ഈറ്റ്. ഫുഡ് കഴിക്കാത്ത പേഷ്യൻറ്റും കൊടുക്കണം. These are patients who refuse to eat, elderly, disoriented patient. Patient who cannot maintain adequate oral nutrition, infection, trauma ഒക്കെ ഉള്ള പേഷ്യൻ്റ്. Patient undergoes surgery, especially GIT. Enteral feeding can be used to supplement nutrition in patient with moderately severe intestinal failure, severe anorexia nervosa. അനോറക്സിയ നെർവോസ് എന്ന് പറഞ്ഞ പേഷ്യൻ്റ് ഫുഡ് കഴിക്കാനേ പറ്റില്ല, അങ്ങനെയുള്ള, അതായത് കഴിക്കില്ല, അതാണ് അനോറക്സിയ നെർവോസ്. ഒരു സൈക്കാട്രിക് ഡിസോർഡർ ആണ്. ഈ സിറ്റുവേഷനിലൊക്കെ ട്യൂബ് ഇട്ട് കൊടുക്കേണ്ടതാണ്. അതായത് പേഷ്യൻ്റ് ഈസ് നോട്ട് ഏബിൾ ടു ടേക്ക് ഫുഡ് ബൈ മൗത്ത്, then we have to administer food through tube because to maintain the nutritional needs of the patient. Next, purposes or advantages of nasogastric or orogastric intubation. എന്തിനാണ് അല്ലെ അഡ്വാൻറ്റേജസ്? എല്ലാത്തിനും ഒരേ ആൻസർ ആണ്. ഗ്യാവേജ്, അതായത് ഫീഡ് കൊടുക്കാനായിട്ട്. എന്തൊക്കെയാണ്? ഫ്ലൂയിഡ്, ഫുഡ്, ന്യൂട്രിയന്റ്, മെഡിക്കേഷൻ, ഇങ്ങനെയുള്ള എന്തും അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇതാണ് ഗ്യാവേജ്, ഫീഡിംഗ് എന്നർത്ഥം. ഡികംപ്രഷൻ ഈസ് ദ റിമൂവൽ ഓഫ് സ്റ്റൊമക് കണ്ടന്റ് ഓർ ഇൻറ്റസ്റ്റൈൻ കണ്ടന്റ്, അതായത് ഡൈജസ്റ്റ് ചെയ്യാത്ത ഫുഡ് മെറ്റീരിയൽസ്, സെക്രേഷൻ, ഫ്ലാറ്റസ്, അതായത് ഗ്യാസ്, ബ്ലഡ് ത്രൂ ദ ട്യൂബ്. അതായത് എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ആ ബ്ലഡ്, ഗ്യാസ് ഒക്കെ ഉള്ള പേഷ്യൻറ്റിന് റിമൂവ് ചെയ്യുക. സെക്രീഷൻസ്, ദെൻ എന്തെങ്കിലും ഡൈജസ്റ്റ് ചെയ്യാത്ത പ്രൊഡക്റ്റ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് സർജറിക്ക് കൊണ്ടുപോകണം, പക്ഷേ ഈ ഡൈജസ്റ്റ് ചെയ്യാത്ത പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ സർജറിയുടെ സമയത്ത് വൊമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡികംപ്രഷൻ ചെയ്യും. അതൊരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ ചെയ്യുന്നതാണ്. അതിന് ട്യൂബ് ഇടാം. ലാവേജ്, വാഷിംഗ് ഔട്ട്. ലാസ്റ്റ് സെമ്മിൽ വന്നതാണ് ലാവേജ്. വാട്ട് യു മീൻ ബൈ ലാവേജ്? വാഷിംഗ് ഔട്ട് ആണോ ഫീഡിംഗ് ആണോ? അപ്പോൾ ഗ്യാവേജും ലാവേജും തമ്മിൽ വ്യത്യാസം വരും കേട്ടോ. ലാവേജ് എന്ന് പറഞ്ഞാൽ വാഷ് ചെയ്യുക എന്നാണ്. അതായത് ഇൻറ്റസ്റ്റൈൻ അല്ലെ സ്റ്റൊമക്ക് വാഷ് ചെയ്യുക. എസ്പെഷ്യലി ഈ പോയിസൺ ഒക്കെ കഴിച്ചിട്ട് വരുന്നവർക്കാണ് സ്റ്റൊമക്ക് വാഷ് കൊടുക്കുന്നത്. ഡയഗ്നോസ്റ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് കണ്ടന്റ് എടുത്തിട്ട് ഡയഗ്നോസ്റ്റിക് സ്റ്റഡി, അതായത് ആസിഡ്, അതായത് അതിന്റെ അസിഡിറ്റി അറിയുന്നതിന് വേണ്ടിയിട്ട്, പെപ്റ്റിക് അൾസർ, ഇങ്ങനെ പല സിറ്റുവേഷനിലും ഗ്യാസ്ട്രിക് കണ്ടന്റ് എടുത്ത് ഡയഗ്നോസ്റ്റിക് സ്റ്റഡിക്ക് വിടാറുണ്ട്. ഇതെല്ലാം ഇൻഡിക്കേഷൻ ആണ്. അടുത്തത് കംപ്രഷൻ. കംപ്രഷൻ കംപ്രസ് ചെയ്യുക, പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഡീകംപ്രഷൻ എന്ന് പറഞ്ഞാൽ റിലീവ് ചെയ്യുക. ഈ കംപ്രഷൻ റിലീവ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ, ഈ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സ്പെഷ്യൽ ട്യൂബ്, അതായത് സാങ്സ്റ്റേക്കൻ ബ്ലാക്ക്മോർ ട്യൂബ്, പല ലൂമൻസ് ഒക്കെ ഉള്ളതാണ്. ഫോർ അപ്ലൈയിങ് പ്രഷർ എഗെയിൻസ്റ്റ് ദ ഇന്റേണൽ ക്യാവിറ്റി വാൾ ഫോർ സ്റ്റോപ്പ് ബ്ലീഡിങ്. Special bag at the side of the lumen of tube are placed at the bleeding site and inflated. അപ്പം ജസ്റ്റ് വായിക്കാം, ഞാനിത് ഈ പിക്ചർ വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി ഈസോഫാഗസ്, സ്റ്റൊമക്കിനാണ് കോമൺ ആയിട്ട്. സ്റ്റൊമക്കിനൊക്കെ ബ്ലീഡിങ് വരും, പെപ്റ്റിക് അൾസർ കൂടിയിട്ട്. അങ്ങനെ പല സിറ്റുവേഷനിലും അല്ലെങ്കിൽ ക്യാൻസർ, ഈ സിറ്റുവേഷനിലൊക്കെ സ്റ്റൊമക്കിന്റെ വോള് ബ്ലീഡ് ചെയ്യും. അപ്പം നമുക്ക് ഈ ഔട്ട്സൈഡ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കംപ്രസ് ചെയ്ത് കൈ കൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനെ കംപ്രഷൻ കൊടുത്തും ഒക്കെ ബ്ലീഡിങ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റൊമക്കിലാണ് ബ്ലീഡ് ചെയ്യുന്നതെങ്കിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ ട്യൂബ്, സാങ്സ്റ്റൈൻ ബ്ലാക്ക്മോർ ട്യൂബ് എന്ന് പറയുന്ന ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. ഈ ട്യൂബിന് 3 പാർട്ടുണ്ട്. ലൂമൻ, ഇത് ഈസോഫാജിയൽ പോട്ട്, പ്രഷർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇതാണ് ഈസോഫാജിയൽ പോട്ട് അല്ലെങ്കിൽ ഈസോഫാജിയൽ ബലൂൺ. ആഫ്റ്റർ ദാറ്റ് ഗ്യാസ്ട്രിക് ബലൂൺ പോട്ട്. ഗ്യാസ്ട്രിക് ബലൂൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ഗ്യാസ്ട്രിക് ബലൂൺ. ദെൻ ഗ്യാസ്ട്രിക് ആസ്പിരേഷൻ പോട്ട്, ആസ്പിരേറ്റ് ചെയ്യാനുള്ളതാണ് ഗ്യാസ്ട്രിക് ആസ്പിരേഷൻ പോട്ട്. ഇതാണ് ആസ്പിരേഷൻ. ഇവിടേക്ക് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ ആസ്പിരേറ്റ് ചെയ്തെടുക്കുക. അപ്പൊ ഈ ട്യൂബിന് 3 ലൂമൻ ഉണ്ട്. 3 ലൂമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഒരു ട്യൂബ്. ഇപ്പൊ ലൂമൻ എന്ന് പറഞ്ഞാൽ 3 ചെറിയ ചെറിയ ട്യൂബിങ്സ് ഇതിന്റെ ഇടയിലുണ്ട്. അതായത് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പൊ ഇതിലൂടെ ഗ്യാസ്ട്രിക് ആസ്പിരേറ്റ് വന്നാൽ നെക്സ്റ്റ് ലൂമനായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതാണ് 3 ലൂമൻ എന്ന് പറയുന്നത്. 3 പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ലൂമൻ, അതിനുശേഷം 2-3 പോട്ട്.
ഈ ക്യാനിലേക്ക് അങ്ങനെയാണ് ബ്ലഡ് കൊടുക്കാം, മെഡിസിൻ കൊടുക്കാം, എല്ലാം സെയിം സ്ഥലത്തോടെ. അപ്പോൾ ഇവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ കൊടുക്കുന്ന രണ്ട് മെഡിക്കേഷൻ ആണെങ്കിലും എന്തായാലും കമ്മ്യൂണിക്കേഷൻ വരും, മിക്സ് ആവും. പക്ഷെ ഈ സാങ്സ്റ്റേക്കും ബ്ലാക്ക്മോർ 2 അതായത് ലൂമൻസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, മിക്സിംഗ് ഇല്ല കേട്ടോ. അതൊരിക്കലും നിങ്ങൾ മറക്കരുത്. പല ട്യൂബിലും 3 ലൂമൻ 3 പോട്ട് പിള്ളേരെല്ലാം ഒരുപോലെയാണ് പറയുന്നത്, പക്ഷെ അങ്ങനെയല്ല, വ്യത്യാസമുണ്ട്. ഇത് ഇൻസേർട്ട് ചെയ്യും. പേഷ്യന്റ് ഇവിടെ ബ്ലീഡിംഗ് ആണ്, ഇവിടെയാണ് സ്റ്റൊമക്ക് ബ്ലീഡിംഗ് ആണ്. അപ്പൊ ബ്ലീഡിങ് ഭയങ്കര സിവിയർ ബ്ലീഡിംഗ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് കംപ്രസ് ചെയ്യാൻ വേണ്ടി ഈ ട്യൂബ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇത് ഏതാണ്, ഗ്യാസ്ട്രിക് ബലൂൺ പോട്ടാണ്. അത് ഇവിടം വരെ വന്നു കഴിയുമ്പോൾ ഇൻഫ്ലേറ്റ് ചെയ്യും. ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വീർത്ത് വരുമ്പോൾ ഈ സ്റ്റൊമക്കിന്റെ വോളയിൽ ഇങ്ങനെ പ്രസ് ചെയ്യും, കംപ്രസ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പ് അല്ലെ അറ്റ്ലീസ്റ്റ് കുറേയെങ്കിലും ചെയ്യും. കാരണം ബ്ലഡ് വെസൽസിന് ഇങ്ങനെ സിവിയർ ആയിട്ട് കംപ്രസ് ചെയ്യാണ്. പേഷ്യന്റ് ഭയങ്കര ഡിസ്കംഫോർട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ബട്ട് ഇത് പേഷ്യന്റ് ലൈഫ് സേവിങ് പ്രിക്കോഷൻ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഇങ്ങനെ കംപ്രസ് ചെയ്യും. അതിനുശേഷം ഗ്യാസ്ട്രിക് കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇതിലൂടെ പുറത്തേക്ക് എടുക്കും, അല്ലെങ്കിൽ അതൊരു അടുത്ത പ്രോബ്ലം ആവും, വോമിറ്റിങ്ങിനൊക്കെ ചാൻസ് ഉണ്ട്. ദെൻ നമ്മളിവിടെ ഒരു ഇൻഫ്ലേറ്റ് ചെയ്ത് വെക്കും ഈസോഫാഗസിന്റെ. അല്ലെ എന്നാ സംഭവിക്കുന്നത്, ഇത് മുകളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ബ്ലീഡിംഗ് ഒക്കെ കുറഞ്ഞു, അല്ലെ പേഷ്യന്റ് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വന്നാൽ നമ്മളിത് വീണ്ടും ഡിഫ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു ട്യൂബ് പോലെ തന്നെയാവും, എന്നിട്ട് പുറത്തേക്ക് എടുക്കും. ഇതാണ് കംപ്രഷൻ മെത്തേഡ് സാങ്സ്റ്റേക്കൻ ബ്ലാക്ക്മോർ ട്യൂബ്. Principles of NGT feeding. Thorough knowledge of anatomy and physiology of GIT and respiratory tract is essential for the proper introduction and prevent complications. GI അതായത് ഈസോഫാഗസും റെസ്പിറേറ്ററി അണ്ടറിൽ വരുന്ന ട്രക്കിയയും ലാറിങ്സും എല്ലാം പാരലലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫീഡ് കൊടുക്കുമ്പോൾ കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്, അതായത് ആസ്പിറേഷൻ, ന്യൂമോണിയ. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള അനാട്ടമി ഫിസിയോളജി അറിഞ്ഞാൽ മാത്രമാണ് ഈസി ആയിട്ട് ഈ ട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആഡിക്വേറ്റ് പേഷ്യന്റ് പ്രിപ്പറേഷൻ ഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ട്യൂബ് ഈസ് എസെൻഷ്യൽ. അതായത് പേഷ്യന്റ് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ഒരു NGT ഫീഡിന് വേണ്ടി ട്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇംപ്രോപ്പർ പ്ലേസ്മെന്റ് ഓഫ് ട്യൂബ് ക്യാൻ ലീഡ് ടു ആസ്പിറേഷൻ ഇൻ ടു ലങ്സ്. Tube feeding is carried out when the oral intake is inadequate or impossible. ഓറൽ അതായത് നമുക്ക് ഓറലി കൊടുക്കാൻ സാധിക്കാതെ വരുമോ, അല്ലെങ്കിൽ കൊടുക്കുന്നത് ആഡിക്വേറ്റ് അല്ല, ന്യൂട്രീഷൻ നീഡ്സ് മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയോ ചെയ്യുമ്പോഴാണ് NGT ഫീഡിലേക്ക് പോകേണ്ടത്. ഫീഡ്സ്, മെഡിക്കേഷൻ ആൻഡ് ഫ്ലൂയിഡ് ആർ അഡ്മിനിസ്ട്രേറ്റ് ത്രൂ ദിസ് മെഡിസിൻ ട്യൂബ്. Improper care of NGT lead to entry of air into the stomach, leading to gastric distension and discomfort. ഇപ്പോൾ ട്യൂബിൽ കൂടെ നമുക്ക് ഫീഡ് കൊടുക്കാം, മെഡിസിൻ കൊടുക്കാം, അല്ലാതെ എന്തെങ്കിലും ഫ്ലൂയിഡുകൾ കൊടുക്കാം. ചിലപ്പോൾ സലൈൻ വാഷൊക്കെ കൊടുക്കാനായിട്ട് കോൾഡ് വാട്ടറൊക്കെയാണ് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ അതിനൊരു പ്രോപ്പർ ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് ഗ്രാവിറ്റി ബേസ് ചെയ്തുള്ള ടെക്നിക്കാണ്. പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ എയർ GI ട്രാക്കിൽ എൻ്റർ ചെയ്യാനും ഗ്യാസ്ട്രിക് ഡിസ്റ്റൻഷൻ വരാനും ചാൻസ് ഉണ്ട്. ഇതെല്ലാം പ്രിൻസിപ്പിൾസ് ഓഫ് NGT ഫീഡിംഗ് ആണ്. യൂഷ്വലി ചോദിക്കുന്നതാണ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. പ്രിൻസിപ്പിൾസ് അധികം ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷേ കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നുണ്ടേക്കുന്നത്. റീസെന്റ് നേസൽ സർജറി ഓർ ഫേഷ്യൽ സർജറി, അതായത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ട്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുകയല്ലോ. ദെൻ നോസ് ബ്ലീഡിങ്, ഫേഷ്യൽ ട്രോമ, പേഷ്യൻ്റ് ഓൺ ആൻറ്റികൊയാഗുലൻ തെറാപ്പി. ആൻറ്റികൊയാഗുലൻ തെറാപ്പി മീൻസ് ഹെപ്പാരിൻ, വോഫാറിൻ, ആസ്പിരിൻ, ഇതൊക്കെ ആൻറ്റികൊയാഗുലൻ്റ് ആണ്. ഇങ്ങനെയുള്ള മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ പേഷ്യന്റിന് നമ്മൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്താൽ ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട്, അതായത് ട്രോമ വരും. ചെറിയ മൈന്യൂട്ട് ട്രോമ ക്യാൻ ലീഡ് ടു ബ്ലീഡിങ്. ദാറ്റ്സ് വൈ ആൻറ്റികൊയാഗുലൻ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ പ്രിക്കോഷൻ എടുത്തിട്ട് മാത്രമാണ് ട്യൂബ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അത് യൂഷ്വലി സർജനോ അല്ലെങ്കിൽ അണ്ടർ ഒബ്സർവേഷനിലോ സൂപ്പർവിഷനിലോ ഒക്കെ ആയിരിക്കും ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ട്യൂബ്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഫീച്ചേഴ്സ് ഓഫ് ട്യൂബ്: the tube used for intubation are made of a flexible rubber or synthetic material. It may be transparent or opaque. Length vary from 36 to 50 inches. Gastrostomy tube shorter, 12 to 15 inches. Lumen is measured by French. Then when the number is lower, the inside diameter of tube will be smaller. അതായത് ഓരോ ട്യൂബ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ സൈസ് അനുസരിച്ചാണ് ചൂസ് ചെയ്യേണ്ടത്. പീഡിയാട്രിക്കിനൊക്കെ ആണെങ്കിൽ നമ്മൾ 8 അല്ലെങ്കിൽ 6 ഈ ഫ്രഞ്ചാണ് യൂസ് ചെയ്യുന്നത്. അഡൽട്ടിലേക്ക് വരുമ്പോൾ 12, 16 യൂസ് ചെയ്യുന്നത്. ട്രാൻസ്പെറൻ്റ് ഉണ്ട്, ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ഒരു വൈറ്റ് പാട്ട് കാണും. എക്സ്റേയിൽ അത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും.
NGT OGT ഒക്കെ ഇച്ചിരി ലെന്തി ട്യൂബാണ്. കാരണം നോസിൽ നിന്ന് സ്റ്റൊമക്ക് വരെ എത്തണം. ഗ്യാസ്ട്രോസ്റ്റമി എന്ന് പറഞ്ഞാൽ നേരിട്ട് സർജിക്കൽ ഇൻസെഷൻ വഴി സ്റ്റൊമക്കിലേക്ക് ഇടുന്നതുകൊണ്ട് ഷോർട്ടർ ട്യൂബ് ആയിരിക്കും. Tube made up of synthetic material is widely used now. Tips of the tube has opening called a drainage port. In some tube there are several ports. These permit passage of fluid in and out of the tube. There is a balloon at the tip of the tube which will be inflated after introduction. Anchor the tube in the stomach. അഡൽറ്റിനാണ്, പീഡിയാട്രിക്കിന് അത്രയും നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യുന്നൊന്നുമില്ല. ഈ കാണുന്നതാണ് NGT OGT ട്യൂബ്സ്. യൂഷ്വലി യൂസ് ചെയ്യുന്ന ഇതാണ് സിന്തറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പൊ ഈ കാണുന്ന പാട്ടാണ് സിറിഞ്ച് കണക്ട് ചെയ്യാനുള്ള പാട്ട്. അപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്യാനുള്ള പാട്ടുണ്ട്. ഈ പാട്ട് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ഇവിടെയാണ് സിറിഞ്ച് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിറിഞ്ചിന്റെ ഹബ്ബില്ലേ, അതുപോലെ തന്നെയാണ് cc 20 cc 50 cc ഡസൻ മാറ്റർ. സിറിഞ്ച് ഇവിടെ കണക്ട് ചെയ്യുക, അതിനുശേഷം ഗ്രാവിറ്റി അനുസരിച്ച് ഉയർത്തി പിടിക്കുക. ഇതാണ് മെഷർമെന്റ്. അപ്പം മെഷർമെന്റ് എടുത്തിട്ട് നമ്മൾ എവിടെയാണ് പേഷ്യന്റിന് ഇൻസേർട്ട് ചെയ്യേണ്ട ലെന്ത് എന്നിങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത്രയും പാട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇതാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. റയർ സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള ട്യൂബ്സ് യൂസ് ചെയ്യാറുണ്ട്. സർജറി ചെയ്തിട്ട് ഒരു 3 monthsലേക്കൊക്കെ ഈ ട്യൂബ് ഇൻ പ്ലേസ് ആയിരിക്കണമെങ്കിൽ നമ്മൾ ഈ ട്യൂബാണ് പ്രിഫർ ചെയ്യുന്നത്. ഇത് അലർജി ഇല്ലാത്ത തരം ട്യൂബാണ്. രണ്ടിലും പാർട്സ് സെയിം ആണ്. ദെൻ പോർട്സ്, ഇതാണ് ഡ്രെയിനേജ് പോർട്സ്. ഇത് ഫ്ലൂയിഡ് ഇൻ ആൻഡ് ഔട്ട് പോകുന്നതിന് വേണ്ടി പെർമിറ്റ് ചെയ്യുന്നതാണ് ഡ്രെയിനേജ് പോർട്ട്. ഇതാണ് NGTക്ക് യൂസ് ചെയ്യുന്ന ട്യൂബ്സ്. ഈ റേഡിയോ ഒപ്പേസിറ്റി എന്ന് പറഞ്ഞാൽ സം ട്യൂബ് ഹാവ് റേഡിയോ ഒപ്പേക് ലൈൻ സ്ട്രൈപ്സ് വിച്ച് അലോ വിഷ്വലൈസേഷൻ ഓഫ് ദ ട്യൂബ് ത്രൂ എക്സ്റേ ആഫ്റ്റർ ഇസ് പാസേജ്. വൺസ് ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് എക്സ്റേ ടെസ്റ്റ്. എക്സ്റേ എടുക്കുമ്പോൾ ട്യൂബ് ഇൻ പ്ലേസ് ആണോ എന്നറിയാൻ വേണ്ടി ഇവിടെ ഒരു ഒപ്പേക് പാർട്ടുണ്ട്. ഇതാണ് ഒപ്പേക്, അതായത് ട്യൂബ് ഇവിടെ നിന്നാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്, ഇത് ഇവിടം വരെ വന്നു. ചില സമയത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സ്റ്റൊമക് കണ്ടന്റ് അനുസരിച്ചും ഈ ട്യൂബിന്റെ പൊസിഷൻ അനുസരിച്ചും ഒക്കെയാണ്. ഇപ്പം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇത് ഒരു വൈറ്റ് പാർട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. റേഡിയോ ഒബേക് മെറ്റീരിയൽ എക്സ്റേയിൽ ക്ലിയർലി വിഷ്വലൈസ്ഡ് ആണ്. അപ്പം ഇതാണ് റേഡിയോ ഒബേക് ട്യൂബ്. ഇൻസേർട്ടിങ് എ നേസോഗ്യാസ്ട്രിക് ട്യൂബ്. ഇനി പ്രൊസീജിയറാണ്, എങ്ങനെയാണ് നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ആദ്യം നമുക്കിത് വായിക്കാം, അതിനുശേഷം ജസ്റ്റ് ഞാൻ ആ പിക്ചർ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് ചെയ്യാനുള്ളതാണ്. പ്രാക്ടിക്കൽ ലാബിൽ നിങ്ങളുടെ മിസ് ഇത് വളരെ ക്ലിയർ ആയിട്ട് ചെയ്ത് കാണിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആ സ്റ്റെപ്പ് അറിഞ്ഞിരിക്കണം. കാരണം നമ്മളിവിടെ പല ഷോർട്ട് കട്ട്സും യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ ഔട്ട്സൈഡിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് എല്ലാം സെയിം ഷോർട്ട് കട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് എററുണ്ട്. നിങ്ങൾ അങ്ങനെ പഠിക്കരുത്, റൈറ്റ് വേ തന്നെ പഠിക്കണം. ഏതൊരു പ്രൊസീജിയർ ചെയ്താലും അല്ലെങ്കിൽ ഏതൊരു ഇൻ്റർവെൻഷനും അതിനൊരു സയൻറ്റിഫിക് റാഷണൽ കാണും. ആ സയൻറ്റിഫിക് റാഷണൽ അറിഞ്ഞ് മാത്രമാണ് ആ സ്റ്റെപ്പ് ചെയ്യാവുള്ളൂ. പിന്നെ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പം ഈ സ്റ്റെപ്പ് ഏതെങ്കിലും കോംപ്ലിക്കേഷനിലേക്ക് ലീഡ് ചെയ്യുമോ എന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. നേസോഗ്യാസ്ട്രിക് ഇൻറ്റുബേഷൻ ഇസ് പെർഫോംഡ് മോസ്റ്റ് ഓഫൺ ദാൻ ഓറോഗ്യാസ്ട്രിക് മെത്തേഡ്. അതായത് നെസോഗ്യാസ്ട്രിക് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓറോഗ്യാസ്ട്രിക് ആണ് ഡിസ്കംഫർട്ട് ആണ്, പിന്നെ ഒരു ഫീലിങ്സ് ഉണ്ട്, മൗത്തിൽ എന്തോ ഉണ്ട്, പിന്നെ പേഷ്യന്റ് swallow ചെയ്യാൻ ഗ്യാഗ് റിഫ്ലെക്സ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാകും സ്പീച്ചിൽ. അതുകൊണ്ട് തന്നെ നേസോഗ്യാസ്ട്രിക് ആണെങ്കിൽ അത്ര ഡിസ്റ്റർബൻസ് വരില്ല. അതുകൊണ്ടാണ് നേസോഗ്യാസ്ട്രിക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഫസ്റ്റ് ഫിസിഷ്യൻ ഓർഡർ, എന്ത് പ്രൊസീജിയർ ചെയ്യാനും ആദ്യം ഫിസിഷ്യൻ ഓർഡർ വേണം. ദ പ്രൊസീജിയർ ഷുഡ് ബി വെൽ എക്സ്പ്ലെയിൻ ടു ദ പേഷ്യന്റ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ആദ്യം ഫിസിഷ്യൻ ഓർഡർ ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് പേഷ്യന്റ് പ്രിപ്പറേഷൻ ആണ്. പേഷ്യന്റ് അടുത്ത് ചെന്നിട്ട് ഈ പ്രൊസീജിയർ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. The explanation and the confidence of the nurse will help in the successful completion. പ്രോപ്പർ ആയിട്ട് പേഷ്യൻ്റ് അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പേഷ്യൻ്റ് ഈസ് വില്ലിംഗ് ടു ഡു ദ പ്രൊസീജിയർ അറ്റ് ദ സെയിം ടൈം നേഴ്സ് ഹാസ് ഇനഫ് കോൺഫിഡൻസ് ടു ഇൻസേർട്ട് ദ ട്യൂബ്, എങ്കിൽ മാത്രമേ ഈ പ്രൊസീജിയർ സക്സസ് ആകുകയുള്ളൂ. കാരണം മോസ്റ്റ് ഓഫ് ദി നേഴ്സസിനും ഇത് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം പേഷ്യൻ്റ് കൂടുതൽ ഇറിറ്റബിൾ ആകുന്ന ഒരു പ്രൊസീജിയറാണ്. First, assessment. Assess the condition of the patient, his level of understanding, alertness, awareness, purposes of intubation. ഫസ്റ്റ് പ്രൊസീജിയറിന് നമ്മൾ ഡോക്ടറിൻ്റെ ഓർഡർ, എക്സ്പ്ലനേഷൻ, അതിനുശേഷം അസസ് ചെയ്യുക പേഷ്യൻ്റെ കണ്ടീഷൻ. പേഷ്യൻ്റ് എങ്ങനെയാണ്, സ്റ്റേബിൾ ആണോ, ഈ സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കാൻ സാധിക്കുമോ, ഗ്യാഗ് ചെയ്യാൻ സാധിക്കുമോ, ഇതെല്ലാം നമ്മൾ അസസ് ചെയ്യണം. ദെൻ നേഴ്സിംഗ് ഡയഗ്നോസിസ്. എന്തിനാണ് നമ്മൾ ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഓൾട്ടേർഡ് ന്യൂട്രീഷൻ ലെസ് ദാൻ റിക്വയർമെൻറ്റ്.
പേഷ്യൻറ്റിൻ്റെ ഡെയിലി കാലറി റിക്വയർമെൻറ്റ് ഒരു 1000 കിലോ കാലറിയാണ്. പേഷ്യൻ്റ് ഒരു 200 കാലറിയേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് റിമൈനിങ് 800 കൊടുക്കണം. അതാണ് ഓൾട്ടേഡ് ന്യൂട്രീഷൻ. ദാറ്റ് മീൻസ് പേഷ്യൻ്റ് ഇസ് ഗെറ്റിംഗ് ബട്ട് വെരി ലെസ് എമൗണ്ട്. അതാണ് ഓൾട്ടേഡ്. അല്ലെങ്കിൽ നോ ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ് ഈസ് അവൈലബിൾ, ദാറ്റ്സ് വി നീഡ് ടു ഇൻസേർട്ട് എന്ന് വന്നേനെ. പ്ലാനിങ്, പ്രിപ്പയർ ദ നെസസറി സപ്ലൈസ് ആൻഡ് എക്യുപ്മെൻറ്റ്. അതാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തിനോ പ്ലാനിങ് ആണ്? ഈ പ്രൊസീജിയറിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ്. ഫസ്റ്റ് നമ്മൾ പേഷ്യൻ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു, പേഷ്യൻ്റെ കണ്ടീഷൻ അസസ് ചെയ്തു, പേഷ്യനോട് എക്സ്പ്ലെയിൻ ചെയ്തു, പേഷ്യൻ്റ് ഓക്കെയാണ്. ഇനി എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യണം. ഈ ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹാൻഡ് വാഷിംഗ് ഉണ്ട് കേട്ടോ. ആർട്ടിക്കിൾ, ട്യൂബ് കറക്റ്റ് സൈസ്. എപ്പോഴും ആർട്ടിക്കിൾ നിങ്ങൾ പറയുമ്പോൾ എ ട്രേ കണ്ടെയ്ൻ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ട്രേ വേണം കേട്ടോ, അല്ലെങ്കിൽ പ്രൊസീജിയർ ട്രോളി വേണം. പക്ഷെ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എ ട്രേ കണ്ടെയ്ൻസ് അങ്ങനെ പറയണം. ആ ട്രേയിൽ ഒരു ആർട്ടിക്കിൾ പറയുമ്പോൾ ആദ്യം ആ പ്രൊസീജിയറിലെ മെയിൻ പാർട്ടാണ് പറയേണ്ടത്. ഇതിൻ്റെ അകത്ത് എന്താണ്? കറക്റ്റ് സൈസ് ട്യൂബ്സ്. അതായത് ഏത് ട്യൂബാണോ പല കറക്റ്റ് സൈസ് ട്യൂബ് യൂസ് ചെയ്യുക, അതാണ് ഫസ്റ്റ് പറയേണ്ടത്. അല്ലാതെ ആദ്യം തന്നെ ഗോസ്പേസ് വേണം, സിറിഞ്ച് വേണം, അങ്ങനെ കിഡ്നി ഡിഷ് വേണം, ഇതൊക്കെ ആദ്യം പറയും. അതൊന്നും ആദ്യം പറയില്ല. എല്ലാത്തിനും ഒരു വേ ഉണ്ട്. സോ കറക്റ്റ് സൈസ് ട്യൂബ്. ആഫ്റ്റർ ദാറ്റ് ട്യൂബ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് മീൻസ് പൊസിഷൻ ആണെന്ന് പറയാം. സ്റ്റെതസ്കോപ്പ്, 50 ml സിറിഞ്ച്. ഇപ്പം ഇതൊന്നും അധികം യൂസ് ചെയ്യാറില്ല. 50 ml സിറിഞ്ച്, ഗ്ലാസ് ഓഫ് വാട്ടർ ആൻഡ് സ്ട്രോ, കിഡ്നി ബേസിൻ, ടവൽ, ഗോസ്പേസ്, വാട്ടർ സോലുബിൾ ലൂബ്രിക്കൻ്റ്, സ്മോൾ ബൗൾ വിത്ത് വാട്ടർ, ക്ലീൻ സ്റ്റെറൈൽ ഗ്ലൗസ്, നോൺ അലർജിക് ടേപ്പ്, പെൻ ടോർച്ച്, ക്ലാം, സക്ഷൻ എക്യുപ്മെൻറ്റ് ഈഫ് നീഡഡ്. കാരണം പേഷ്യൻറ്റിന് ഇങ്ങനെ ഗ്യാഗ് റിഫ്ലക്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ എയർവേ ബ്ലോക്ക്ഡ് ആണ്, സക്ഷൻ ചെയ്യണമെങ്കിൽ സൈനാണ് സക്ഷൻ. അതായത് കൊമാറ്റോ പേഷ്യൻ്റ് അല്ലെ എന്തെങ്കിലും പേഷ്യൻറ്റിന് ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉള്ളവർക്കൊക്കെയാണ് സക്ഷൻ ചെയ്യേണ്ടി വരുള്ളൂ. അല്ലെ തന്നെ നമ്മൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്തപ്പം എന്തെങ്കിലും ഒരു ആസ്പിറേഷൻ്റെ കണ്ടാൽ അപ്പോഴും സക്ഷൻ ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഒന്ന് സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രൊസീജിയർ, ഇൻസേഷൻ ഓഫ് NGT ആൻഡ് ഫീഡിങ്. സ്റ്റെപ്പ് ആൻഡ് റാഷണൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കാരണം ഈ പ്രൊസീജിയർ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അസസ്മെന്റ് നമ്മൾ കണ്ടു. ദെൻ ആഫ്റ്റർ ദാറ്റ് പ്ലാനിങ്, അസംബിൾ ദ ആർട്ടിക്കിൾസ് ആണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റേഷൻ ആണ്. ഇംപ്ലിമെന്റേഷൻ ഓർ ഇന്റർവെൻഷൻ. ഫസ്റ്റ് പെർഫോം ഹാൻഡ് വാഷിംഗ്. എല്ലാത്തിൻ്റെ ആദ്യം ഹാൻഡ് വാഷിംഗ് ആണ്. ഹാൻഡ് വാഷിംഗ് എന്തിനാണ്? ടു പ്രിവെന്റ് ക്രോസ് ഇൻഫെക്ഷൻ. ആഫ്റ്റർ ദാറ്റ് എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ടു ദ പേഷ്യൻ്റ്. എന്തിനാണ്? ടു റെഡ്യൂസ് ആൻസൈറ്റി ആൻഡ് ഗെറ്റ് കോപ്പറേഷൻ. Assess the patency of NARES by asking the patient to breathe through one nostril. അതായത് പേഷ്യൻറ്റിന് ഏതെങ്കിലും 2 മൂക്കും മീൻസ് പേറ്റൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ റൈറ്റ് നേർസ് യൂസ് ചെയ്താൽ ലെഫ്റ്റ് നല്ല പേറ്റൻ്റ് ആണെങ്കിൽ മാത്രമേ കറക്റ്റ് ബ്രീത്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു നോസ്ട്രിൽ ക്ലോസ് ചെയ്ത് വിട്ടിട്ട് അടുത്ത നോസ്ട്രിൽ കൂടെ ബ്രീത്ത് എടുക്കാൻ പറയണം. അതിനുശേഷം അടുത്ത നോസ്ട്രിലും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം. എന്തിനാണ്? ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. Assess gag reflex by placing a tongue depressor in the mouth touching uvula. Identify if patient has gag reflex. അപ്പോൾ പ്രസൻസ് ഓഫ് ഗ്യാഗ് റിഫ്ലെക്സ് ഉണ്ടെങ്കിൽ ക്യാൻ പ്രിവെന്റ് ആസ്പിറേഷൻ. പേഷ്യൻ്റ് ഗ്യാഗ് റിഫ്ലെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറക്കുക, ഇങ്ങനെ വിഴുങ്ങുക. അപ്പോൾ അതാണ് ഈ ഗ്യാഗ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പേഷ്യൻ്റ് ഗ്യാഗ് റിഫ്ലെക്സ് ഉണ്ടോ എന്ന് അറിയാൻ ടങ് ഡിപ്രസർ വെച്ചിട്ട് നോക്കുമ്പോൾ പേഷ്യൻ്റ് ഇങ്ങനെ വെള്ളം ഇറക്കും. അതാണ് ഗ്യാഗ് റിഫ്ലെക്സ്. അപ്പോൾ ഗ്യാഗ് റിഫ്ലെക്സ് ഉണ്ട്, ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ വിഴുങ്ങാൻ പറയണം. അപ്പോൾ അത് പേഷ്യൻ്റ് ഇങ്ങനെ സ്വോളോ ചെയ്യും. സ്വോളോ ചെയ്യുമ്പോൾ ഈ ട്യൂബ് താഴേക്ക്, അതായത് ഈസോഫാഗസ് വഴി പോകും. ഇപ്പം ഗ്യാഗ് റിഫ്ലെക്സ് ഇല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ട്രക്കിയുടെ. ട്രക്കിയിലേക്ക് പോകും. അങ്ങനെ ആസ്പിറേഷന് ചാൻസ് ആണ്. ഓസ്കൾട്ടേറ്റ് ഫോർ ബൗവൽ സൗണ്ട്. പ്രസൻസ് ഓഫ് ബൗവൽ സൗണ്ട് ഇൻഡിക്കേറ്റ് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ഉണ്ടെങ്കിലേ നമുക്ക് NGT ഇട്ടിട്ട് ഫീഡൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ NGT ഇടുന്നത് എന്തിനാണ്? ഡീകംപ്രസ് ചെയ്യാനായിട്ട്. അതായത് എയറും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കളയാനായിട്ടാണ്. കീപ് ദ പേഷ്യൻ്റ് ഇൻ സിറ്റിംഗ് ഓർ ഫൗളേഴ്സ് പൊസിഷൻ. അതായത് റെഡ്യൂസ് റിസ്ക് ഓഫ് ആസ്പിറേഷന് വേണ്ടിയിട്ടാണ്. സ്റ്റാൻഡ് അറ്റ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ പേഷ്യൻ്റ്. ഏത് പ്രൊസീജിയർ ചെയ്യുമ്പോഴും നമ്മൾ ഡോമിനന്റ് ഹാൻഡ് സൈഡിലാണ് നിൽക്കേണ്ടത്. നമ്മളിപ്പോൾ റൈറ്റ് ഹാൻഡഡ് അല്ല, ലെഫ്റ്റ് ഹാൻഡഡ് ആണെങ്കിൽ നമുക്ക് ഡോമിനന്റ് ഹാൻഡ് ഏതാണോ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ നിൽക്കുക. ഇങ്ങനെ ബുക്കിലൊക്കെ നമുക്ക് റൈറ്റ് ഹാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോമിനന്റ് ഹാൻഡ് ലെഫ്റ്റ് ആണെങ്കിൽ ആ സൈഡിൽ നിൽക്കാം. പക്ഷേ നിങ്ങളോടൊരു ടീച്ചർ ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളുടെ ഡോമിനന്റ് പാർട്ട് ലെഫ്റ്റ് ആണ്, അങ്ങനെ ചെയ്യണം. അതായത് നമ്മുടെ ഡൊമിനന്റ് പാർട്ടിലാണ് നമ്മൾ നിൽക്കേണ്ടത്.
കീപ് ബാർ ടവൽ ഓൺ ദ ചെസ്റ്റ്, അതായത് പ്രിവെന്റ് സോയിലിംഗ്. അതായത് ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പം ഒന്നും വന്ന് ഈ ചെസ്റ്റ് പാർട്ട് സോയിലാകാതിരിക്കാൻ ഒരു ക്ലീൻ ടവൽ ഇടുക. കട്ട് ദ ടേപ്പ് ഫോർ ഫിക്സിങ്. അതിനുശേഷം കട്ട് ചെയ്യാൻ, അത് ഫിക്സ് ചെയ്യാനുള്ള ടേപ്സ് കട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പേഷ്യൻ്റ് പുറത്തേക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട്, അത് എസ്പെഷ്യലി ഡിസോറിയൻറ്റഡ് പേഷ്യൻ്റ് ആണെങ്കിൽ. ആഫ്റ്റർ ദാറ്റ് വെയർ ക്ലീൻ ഗ്ലൗസ്. ഈ വെയർ ക്ലീൻ ഗ്ലൗസിന് മുമ്പ്, അതായത് പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ്, ഒന്നുകൂടെ ഹാൻഡ് വാഷ് ചെയ്യേണ്ടത് കേട്ടോ ആക്ച്വൽ പ്രൊസീജിയറിൽ. ടേക്ക് ഔട്ട് ദ ട്യൂബ് ഫ്രം ഇറ്റ്സ് കവർ. അതിനുശേഷം ട്യൂബ് നമ്മൾ കവറിൽ നിന്ന് എടുക്കുക. ലെന്ത് നോക്കുക. ലെന്ത് ഓരോ ആളുടെ മീൻസ് ഹൈറ്റ് അനുസരിച്ച് വ്യത്യാസം വരും. ജെജിനോസ്റ്റമി ട്യൂബ് ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് 20 to 30 സെന്റിമീറ്റർ ഇടേണ്ടതാണ്. ഇനി സ്റ്റൈലറ്റ് യൂസ് ചെയ്യണമെങ്കിൽ, സ്റ്റൈലറ്റ് എന്ന് പറഞ്ഞാൽ ചില ട്യൂബ് വളരെ ഫ്ലെക്സിബിൾ ആണ്, അതിൻ്റെ പേഷ്യൻ്റ് ഒട്ടും ഗ്യാഗ് റിഫ്ലെക്സ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തോട് ഒരു ചെറിയ നീഡിൽ പോലത്തെ പാട്ടിടും, അതാണ് സ്റ്റൈലറ്റ്. എന്തിനാണ്? ഇതിനൊരു കുറച്ച് റിജിഡിറ്റി കിട്ടാനാണ്. അത് യൂസ് ചെയ്യണമെങ്കിൽ ഇൻജക്ട് 10 ml ഓഫ് വാട്ടർ ഇൻ ടു ദ ട്യൂബ് ആൻഡ് ഇൻസേർട്ട് സ്റ്റൈലറ്റ്. 10 ml ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം സ്റ്റൈലറ്റ് ഇൻസേർട്ട് ചെയ്യുക. അതെന്തിനാണ്? ഹെൽപ്പ് ഫോർ ഇൻസേർഷൻ ആണ്. അപ്ലൈ സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ സോലുബിൾ ലൂബ്രിക്കൻറ്റ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ട്യൂബ്. കുറച്ച് വാട്ടർ സോലുബിൾ, അതായത് ഈസി ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. കോയിൽ ദ ട്യൂബ് 5 to 6 inches ഓഫ് ഡിസ്റ്റൽ എൻഡ് ഓഫ് ദ ട്യൂബ്. അതായത് നമ്മളിങ്ങനെ മീൻസ് മെഷർമെന്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 26 സെന്റിമീറ്റർ വി നീഡ് ടു ഇൻസേർട്ട്. അന്നേരം അതിന്റെ ഡിസ്റ്റൽ പാർട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കോയിൽ ചെയ്ത് കയ്യിൽ പിടിക്കണം. അല്ലെങ്കിൽ എന്താണ്, വളരെ ലെന്തി ആയതുകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് ബെഡിലും പേഷ്യൻ്റെ ബോഡിയിലും ഒക്കെ. അതുകൊണ്ട് ഇങ്ങനെ കോയിൽ ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഇത് റിലീസ് ചെയ്യുക. അഡ്വൈസ് പേഷ്യൻ്റ് ടു ഹോൾഡ് ഹിസ് ഹെഡ് ഇറക്റ്റ് ലുക്കിംഗ് ഫോർവേഡ്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് ഇങ്ങനെ പില്ലോയിലേക്ക് കിടക്കാതെ നേരെ ഇരിക്കുക, നേരെ നോക്കിയിരിക്കുക. അത് ഇൻസേർഷൻ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻസേർട്ട് ട്യൂബ് ത്രൂ നോസ്ട്രിൽ ടു ബാക്ക് ഓഫ് ദ ത്രോട്ട് ടുവേഴ്സ് ദ ഇയർ. ഫെസിലിറ്റേറ്റ് ദ പാസേജ് ഓഫ് ട്യൂബിനാണ്. ഇൻസേർട്ട് ദ പേഷ്യൻ്റ് ടു ഫ്ലെക്സ് ഹെഡ് സ്ലൈറ്റ്ലി ടുവേഴ്സ് ദ ചെസ്റ്റ്. ഇത് ത്രോട്ട് വരെ എത്തിക്കഴിഞ്ഞാൽ, ഈ ട്യൂബ് ത്രോട്ട് വരെ എത്തിക്കഴിഞ്ഞാൽ പേഷ്യനോട് കുറച്ച് ഹെഡ് മുമ്പോട്ട് ലീൻ ചെയ്തിട്ട് ചെസ്റ്റിലേക്ക് നോക്കാൻ പറയാം. അപ്പോൾ കൂടുതൽ ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് പോകുന്നതാണ്. അഡ്വൈസ് പേഷ്യൻ്റ് ടു സോളോ ആസ് ദ ട്യൂബ് ഈസ് ഇൻസേർട്ടഡ്. ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നതനുസരിച്ച് സോളോ ചെയ്യാൻ പറയണം. റിമൂവ് ദ ട്യൂബ് ഇഫ് എനി റെസിസ്റ്റൻസ് എൻകൗണ്ടേർഡ്. Then advance the tube as the patient swallow the desired length. പേഷ്യൻ്റ് സോളോ ചെയ്യുന്ന അനുസരിച്ച് അഡ്വാൻസ് ചെയ്യുക. അപ്പോൾ പേഷ്യൻ്റ് സോളോ ചെയ്യുന്നില്ല, ഫോഴ്സ്ഫുള്ളി നമ്മൾ അഡ്വാൻസ് ചെയ്താൽ മ്യൂക്കസ് മെമ്പറെ ടച്ച് ചെയ്യാനും പിന്നെ അവിടെ ബ്ലീഡിങ് വരാനും ചാൻസ് ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് ഓപ്പൺ മൗത്ത് ആൻഡ് ചെക്ക് ഫോർ ദ പൊസിഷൻ ഓഫ് ദ ട്യൂബ് വിത്ത് പെൻ ലൈറ്റ്. മേക്ക് പേഷ്യൻ്റ് ടോക്ക്. പേഷ്യൻ്റ് സംസാരിക്കാൻ പറ്റണം. സംസാരിക്കാൻ പറ്റിയത് എങ്ങനെയാണ്? ഈസോഫാഗസിൽ കൂടിയാണ് പോയിരിക്കുന്നത്. പേഷ്യൻ്റ് സംസാരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചുമയാണ്, ഇങ്ങനെയൊക്കെ വന്നാൽ ഇത് ട്രക്കിയയിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ചെക്ക് ദ പ്ലേസ്മെന്റ് ഓഫ് ട്യൂബ് ബൈ ആസ്പിറേറ്റിംഗ് ദ ട്യൂബ്. വൺസ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം 10 cc 20 cc സിറിഞ്ചിൽ സ്റ്റൊമക്ക് കണ്ടന്റ് ആസ്പിറേറ്റ് ചെയ്തെടുക്കുക. ആസ്പിറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം pH ഇൻഡിക്കേറ്റർ പേപ്പർ ഉണ്ട്. സ്റ്റൊമക്കിന്റെ pH എത്രയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ അസിഡിക് ആണ്. അപ്പൊ pH ഇൻഡിക്കേറ്റർ പേപ്പറിലേക്ക് നമ്മൾ ഈ പ്ലേസ് ചെയ്യുക. ഏതാണ്? ഈ ആസ്പിറേറ്റ് ചെയ്തിട്ടു ആസ്പിറേറ്റ്. അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ആവും. അപ്പൊ ഞാൻ എൻ്റെ പിക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് അസിഡിക് ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇത് സ്റ്റൊമക്കിലാണ്. ഇനി ആൽക്കലി ആണെങ്കിലോ, അപ്പൊ സ്റ്റൊമക്കിൽ നിന്ന് ഒരുപാട് താഴേക്ക് പോയി ഡിയോഡിനത്തിലേക്ക് പോയിട്ടുണ്ട്. അതായത് ഡിയോഡിനത്തിൽ ആൽക്കലിക് നേച്ചറാണ്, സ്റ്റൊമക്കില് അസിഡിക് നേച്ചറാണ്. ജജുനത്തിലേക്ക് ഒരു പ്യുർ ആൽക്കലിക് നേച്ചറാണ്. അതായത് 8 ഒക്കെയാണ്, 8.6 ഒക്കെയാണ് ജജുനത്തില്. സ്റ്റൊമക്കിലെന്ന് പറഞ്ഞാൽ 2.6 to 4.5 സംടൈംസ് 5. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അനുസരിച്ച് കുറച്ച് ഡിഫറൻസ് വരും. കാരണം ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവ് അനുസരിച്ചും ഒക്കെ ഡിഫറൻസ് വരും. എനിവേ അസിഡിക് ആണ്. അപ്പൊ അസിഡിക് കണ്ടന്റ് ആണ് കിട്ടുന്നതെങ്കിൽ ട്യൂബ് ഇൻ പ്ലേസ് ആണ്. അങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്ത് എടുക്കേണ്ടത്. ഇനി ഇപ്പം ട്യൂബ് ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് എത്തിയിട്ടില്ല, ഒരു കാർഡിയക് സ്പിൻഡർ വരെ എത്തിയിട്ടുള്ളെങ്കിൽ നമുക്കൊന്നും ആസ്പിറേറ്റ് ചെയ്യാൻ കിട്ടത്തില്ല. കാരണം ഈസോഫാഗസിലൊന്നും ഒന്നും കാണില്ലല്ലോ, എല്ലാം സ്റ്റൊമക് കണ്ടന്റിലായിരിക്കും. അപ്പം നമുക്കറിയാം ട്യൂബ് അപ്പർ പൊസിഷനിലാണ്. അതിനുശേഷം എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത് എക്സ്റേ ആണ്. ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഈ 2 ടെസ്റ്റേ ഉള്ളൂ.
അല്ലാതെ 50 cc ആസ്പിറേറ്റ് ചെയ്ത് നോക്കുക, അതിനുശേഷം എയർ പുഷ് ചെയ്യുക, എയർ പുഷ് ചെയ്തിട്ട് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് എയറിന്റെ സൗണ്ട് ഉണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെയൊക്കെ ഞങ്ങൾ പഠിച്ചപ്പോഴും ഉണ്ട്, ഇപ്പോഴും പല കോളേജുകളിലും പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഔട്ട് സൈഡിലൊന്നും അതില്ല. കാരണം സ്റ്റൊമക്കിൽ ഓൾറെഡി എയർ ഉണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ എയർ പുഷ് ചെയ്യുമ്പോൾ ഇനി ഫോഴ്സ് കൂടി പോയിട്ടുണ്ട്, മ്യൂക്കസ് മെമ്പർ ഇഞ്ചുറി ആകാം, ഇങ്ങനെ പല കാര്യങ്ങൾ വരുന്നത് കൊണ്ട് അത് ഒരിക്കലും റിലയബിൾ ആയിട്ടുള്ളൊരു ടെസ്റ്റ് അല്ല, അത് ചെയ്യാറില്ല കേട്ടോ. അത് ഞാൻ അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് pH ഇൻഡിക്കേറ്റർ, രണ്ട് കൺഫർമേഷൻ ഇസ് എക്സ്റേ. ദെൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റില്ലറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്റ്റില്ലറ്റ് പുറത്തേക്ക് എടുക്കുക, ടേപ്പ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അഡൽറ്റിനൊക്കെ ആണെങ്കിൽ ഇൻഫ്ലേറ്റ് ചെയ്യുക. ഇൻഫ്ലേറ്റ് ചെയ്യുമ്പം ഇത് സ്റ്റൊമക്കിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നതായിരിക്കും. പീഡിയാട്രിക്കിനൊന്നും ഇൻഫ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻഫ്ലേറ്റ് ചെയ്യാത്ത ട്യൂബുകളും ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. വൺസ് എല്ലാം കഴിഞ്ഞ് നമ്മളിത് ഇൻസേർട്ട് ചെയ്തു, കറക്റ്റ് പൊസിഷനിലാണ്. അതിനുശേഷം എത്രയാണോ ഫീഡ് കൊടുക്കേണ്ടത് ആ ഫീഡ് പേഷ്യൻറ്റിന് കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. എല്ലാം കഴിഞ്ഞ് പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ പൊസിഷനിലാക്കുക. ഗ്ലൗസ് ചേഞ്ച് ചെയ്യുന്നതിന് ഇപ്പോൾ ആർട്ടിക്കിൾസ് എല്ലാം റീപ്ലേസ് ചെയ്യുക, വാഷ് ചെയ്യുക, ഗ്ലൗസ് എല്ലാം ചേഞ്ച് ചെയ്യുക, ഡോക്യുമെൻ്റ് ചെയ്യുക. ഇതാണ് പ്രൊസീജിയർ. ഇതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവാലുവേഷൻ, കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡോക്യുമെന്റേഷൻ, പ്രൊസീജിയർ, പേഷ്യൻറ്റിൻ്റെ കോപ്പറേഷൻ സക്സസ്ഫുൾ ആണോ, ഇതെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഡേറ്റ്, ടൈം, ഫസ്റ്റ് ആസ്പിറേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് എത്ര ml, അസിഡിക് ആണോ, അസിഡിക് ആണെങ്കിൽ തന്നെ എത്രയാണ് pH, ഇത്രയും കൂടി എഴുതിയാൽ മാത്രമാണ് ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആവുള്ളൂ. ഫസ്റ്റ് നമുക്ക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ മെഷർ ചെയ്യണം. മെഷർ ചെയ്യുന്ന ജസ്റ്റ് ഇവിടെ ഞാൻ വലിയതായിട്ടൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടിപ്പ് ഓഫ് ദ നോസ് ടു ഇയർ ലോബ്. ടിപ്പ് ഓഫ് ദ നോസ് ടു ഇയർ ലോബ്. ഇയർ ലോബിൽ നിന്ന് സിഫൈസ് ചെയ്യണം. ഇവിടം വരെയാണ്. ഇത് മറന്നു പോയേക്കില്ല. ബൈബിയൊക്കെ ചോദിക്കുമ്പോൾ നേരെ ഇങ്ങനെ പറയുന്നതാണ്. ടിപ്പ് ഓഫ് ദ നോസ് ടു സിഫൈസ് ചെയ്യണം എന്നൊക്കെ സ്റ്റുഡൻസ് പറയും. ട്യൂബ് ഒരിക്കലും ഇങ്ങനെയല്ല പോകുന്നത്, ട്യൂബ് ഇങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴും ചോദിക്കുന്നതാണ് ഈ മെഷർമെന്റ്. കോൺട്രാ ഇൻഡിക്കേഷൻ ഫോർ NGT ഇൻസേഷൻ, ദെൻ ഇൻഡിക്കേഷൻ ഫോർ NGT ഇൻസേഷൻ, ഹൗ ടു ഐഡന്റിഫൈ ദ ട്യൂബ് ഇസ് ഇൻ പ്ലേസ്. ഇത്തരം കാര്യങ്ങളൊക്കെ യൂഷ്വലി ചോദിക്കാറുണ്ട്. കോമൺ ആയിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. ഇതാണ് ആദ്യത്തെ പ്ലേസ് ആണോ എന്ന് അറിയാനുള്ള ചെക്കിങ്. ഇത് ഗ്യാസ്ട്രിക് കണ്ടന്റ് ആണ്. ഗ്യാസ്ട്രിക് കണ്ടന്റ് എപ്പോഴും ഈ ഒരു കളറായിരിക്കും കേട്ടോ, പെയിൽ ആയിട്ടുള്ള ഒരു ലൈറ്റ് യെല്ലോ കളർ. യെല്ലോ എന്നൊക്കെ പറയാൻ പറ്റത്തില്ല, പെയിൽ കളർ. യെല്ലോ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ബൈൽ മിക്സ് ആയെന്നാണ് അർത്ഥം. ഇങ്ങനെ പെയിൽ കളറായിട്ടാണ്. അതിനുശേഷം ഇത് നമ്മൾ ഒരു pH പേപ്പറാണ്, ഇങ്ങനെയാണ് pH പേപ്പർ, അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ pH 0 to 14 ആണ് കാണിക്കുന്നത് pH. അപ്പം നമുക്ക് ഈ 14 എന്ന് പറഞ്ഞാൽ ഹൈലി ആൽക്കലിക്ക്. അത് എവിടെയായിരിക്കും? ജജുനത്തിൻ്റെയൊക്കെ താഴെ ഭാഗത്തായിട്ടായിരിക്കും, അതായത് ലോവർ പാർട്ടിലായിരിക്കും ഈ 14 ഒക്കെ കാണുന്നത്. 0 എന്നും വരാറില്ല. ദെൻ 2, 2.6 അവിടെയാണ്. നമ്മളിപ്പോൾ ഒഴിക്കുന്നത് വൈറ്റ് കളറാണല്ലോ. അപ്പോൾ നമ്മൾ ഒഴിക്കുന്നത് ഏത് കളറിലേക്ക് ചേഞ്ച് ചെയ്യുമോ അത് ആ പാർട്ട്. ഇപ്പോൾ ഈ കളറാണെങ്കിൽ ഇവിടെ എത്രയാണ് കാണുന്നത്? ഇതൊരു 5.4 ആണെന്ന് തോന്നുന്നു. അങ്ങനെ എഴുതുക. അതാണ്. ദാറ്റ് മീൻസ് സ്റ്റൊമക് കണ്ടന്റ് ആണ്. ഈ ടെസ്റ്റാണ് ട്യൂബ് ഇൻ പ്ലേസ് ആണോ എന്ന് അറിയാൻ ചെയ്യുന്ന ആദ്യത്തെ ടെസ്റ്റ്. അതിനുശേഷം നമുക്ക് ഡൗട്ടാണ്, അല്ലെ കൺഫർമേഷൻ വേണം. എന്ത് ചെയ്യണം? എക്സ്റേ എടുക്കണം. എക്സ്റേ വളരെ കൺഫർമേറ്ററി ടെസ്റ്റാണ്. വിച്ച് ഇസ് ദ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ദ പ്ലേസ്മെന്റ് ഓഫ് NGT ട്യൂബ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എക്സ്റേ എന്നാണ് പറയേണ്ടത്. ഇത് നിങ്ങൾക്ക് എൻട്രൻസ് ക്വസ്റ്റിന്, CBTക്ക് ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റിനാണ്. നിങ്ങൾ DHA ഒക്കെയാണ് എല്ലാവരും എഴുതുന്നത്, അതിനെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റിനാണ്. ഓക്കെ, ഇനി ഇൻസേർട്ട് ചെയ്യുന്ന പ്രൊസീജിയറൂടെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഡോക്ടറിന്റെ ഓർഡർ വെരിഫൈ ചെയ്യുക. അതിനുശേഷം പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുക. എല്ലാത്തിലും പേഷ്യൻറ്റിന് ഡോക്ടറിന്റെ ഓർഡർ വെരിഫൈ ചെയ്യണം. അതിനുശേഷം പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ ഹാൻഡ് ഹൈജീൻ ചെയ്യുക. എല്ലാ എക്യുപ്മെന്റ്സും ഗ്യാദർ ചെയ്യുക. ഗ്യാദർ ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിന് പൊസിഷൻ കിടത്തുക. ഫൗളേഴ്സ് പൊസിഷൻ, സിറ്റിംഗ് പൊസിഷൻ. ഫൗളേഴ്സ് പൊസിഷൻ അല്ല ബെസ്റ്റ്, സിറ്റിംഗ് പൊസിഷൻ ആണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. സിറ്റിംഗ് പൊസിഷനിൽ ഫേസ് ഫോർവേഡ്, ലുക്കിംഗ് ഫോർവേഡ് ആണ് ഏറ്റവും ബെസ്റ്റ്. അതിന് ശേഷം മെഷർ ചെയ്യുന്നത് കണ്ടോ, ടിപ്പ് ഓഫ് ദ നോസ് ടു ഇയർ ലോബ്. ആഫ്റ്റർ ദാറ്റ് സഫൈസ് ചെയ്യണം. ഇങ്ങനെ മെഷർമെന്റ് എടുക്കുക. അപ്പൊ നമുക്ക് അവിടെ വരും. ഇതേപോലെ ഒരു മെഷർമെന്റ് കിട്ടിയല്ലോ ഈ ട്യൂബിന് പീഡിയാട്രിക് ഒക്കെ ആണെങ്കിൽ 22 ഒക്കെ ആയിരിക്കും. അഡൽറ്റ് വരുമ്പോഴത്തേക്ക് ഒരു 28, 30 സെന്റിമീറ്റർ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അത്രയും ലെന്താണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ദെൻ ലൂബ്രിക്കേറ്റ് ദ ടിപ്പ് വിത്ത് വാട്ടർ സോലുബിൾ ലൂബ്രിക്കന്റ്.
ടിപ്പ് ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന ഈസി ഇൻസേർഷന് വേണ്ടിയിട്ടാണ്. ദെൻ ഇൻസേർട്ട് ദ ട്യൂബ് ഇൻ ടു നോസ്ട്രിൽ ഡയറക്റ്റ് ഡൗൺവേഴ്സ്, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഹാവിങ് പേഷ്യൻറ്റ് സോളോ വാട്ടർ വൈൽ അഡ്വാൻസിങ്. ചില സിറ്റുവേഷൻസിൽ പേഷ്യൻറ്റിന് ഈ സ്ട്രോ വെച്ച് വാട്ടർ എടുക്കാൻ പറയാം. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഗ്യാഗ് റിഫ്ലെക്സ് കൂടുതൽ എൻഹാൻസ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഇറക്കുന്ന അനുസരിച്ച്, വെള്ളം സോളോ ചെയ്യുന്ന അനുസരിച്ച് ഈ ട്യൂബും താഴേക്ക് ഇൻസേർട്ട് ചെയ്ത് പോകാൻ സാധിക്കും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ pH ടെസ്റ്റ് ചെയ്യും. ദെൻ പ്ലേസ്മെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി എക്സ്റേ, ആസ്പിറേഷൻ, pH, എക്സ്റേ ത്രൂ. ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ സിറിഞ്ച് വെച്ച് ആസ്പിറേറ്റ് ചെയ്യും. ആസ്പിറേറ്റ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്താണ്? ഓക്കെ, സ്റ്റൊമക്കിലാണ്. കണ്ടന്റ് ഇല്ലെങ്കിൽ ഈസോഫാഗസിലാണ്, അല്ലേ? കണ്ടന്റ് വെരി ഗ്രീൻ കളർ ആണെങ്കിലോ സ്റ്റൊമക്കിലല്ല, ഡിയോഡിനത്തിലോ ജെജിനത്തിലോ ആണ്. അതാണ് ആസ്പിറേഷൻ. ഇനി ഈ ആസ്പിറേഷൻ കൊണ്ടാണ് pH നോക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ എക്സ്റേ നോക്കുക, ട്യൂബ് എവിടം വരെ ഉണ്ട് എന്നറിയാനായിട്ട് എക്സ്റേ നോക്കുക. ആഫ്റ്റർ ദാറ്റ് ട്യൂബ് ഫിക്സ് ചെയ്യുക. കൺഫർമേഷന് മുമ്പ് ട്യൂബ് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യുള്ളൂ. നമുക്ക് കൺഫേം ചെയ്തതിന് ശേഷം വളരെ കറക്റ്റായിട്ട് ട്യൂബ് ഫിക്സ് ചെയ്ത് വെക്കുക. ദെൻ ഹാൻഡ് വാഷ് ചെയ്യുക, ആർട്ടിക്കിൾ റീപ്ലേസ് ചെയ്യുക, പേഷ്യനെ കംഫർട്ടബിൾ ആക്കുക, ഡോക്യുമെന്റ് ചെയ്യുക. ഇതാണ് പ്രൊസീജിയറിന്റെ സമ്മറി. കോംപ്ലിക്കേഷൻസ് ഓഫ് NGT ഫീഡിങ്. പേഷ്യന്റ് റിസീവിങ് എൻട്രൽ ന്യൂട്രീഷൻ ഷോ സെവറൽ കൈൻഡ് ഓഫ് കോംപ്ലിക്കേഷൻ. അപ്പോൾ അതായത് ട്യൂബ് ഫീഡിങ് എടുക്കുന്ന പേഷ്യന്റ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എക്സാമ്പിൾ നോസിയ, വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ, ലങ് ആസ്പിറേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ലങ് ആസ്പിറേഷൻ ആണ്. അതായത് ട്യൂബ് ഇൻ പ്ലേസ് അല്ല, പേഷ്യന്റ് പൊസിഷൻ മാറുന്നതനുസരിച്ച് ട്യൂബിന്റെ പൊസിഷൻ മാറി, അല്ലെ സെക്യൂർ ചെയ്തേക്കുന്ന ലൂസ് ആയിരുന്നു, അപ്പോൾ അത് ട്യൂബ് മുകളിലേക്ക് കയറി വന്നു, ഈസോഫാഗസിൽ വന്നു. അപ്പോൾ ഫീഡ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഫീഡ് ലങ്സിലേക്ക് പോയി. അതാണ് ആസ്പിറേഷൻ. അതിനുശേഷം ആസ്പിറേഷൻ ന്യൂമോണിയ ആവും. ഇത് ട്യൂബ് ഫീഡിങ്ങിന്റെ കോംപ്ലിക്കേഷൻ ആണെങ്കിലും ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ ഇതാണ്, ആസ്പിറേഷൻ. ആഫ്റ്റർ ദാറ്റ് ബ്ലീഡിങ്, അതായത് പെർഫറേഷൻ വരുന്നു. ഈസോഫാഗൽ പെർഫറേഷൻ, ബ്ലീഡിങ് ഒക്കെയാണ്. ദെൻ ഗ്യാസ്ട്രിക് ഡിസ്റ്റൻഷൻ, ട്യൂബ് ഡിസ്ലോഡ്ജ്മെന്റ്, ട്യൂബ് ക്ലോഡ്ജിങ്, ഹൈപ്പർഗ്ലൈസീമിയ ആൻഡ് ഇലക്ട്രോലൈറ്റ് ഓൾട്ടറേഷൻ. ഫീഡും കൊണ്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ എഴുതുക. നോസിയ, വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ. കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡ് പേഷ്യന്റിന് ഇറിറ്റബിൾ ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്കറിയില്ല. കാരണം പേഷ്യന്റിന് തന്നെ എടുക്കുവാണെങ്കിൽ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് എടുക്കുകയുള്ളൂ. ഇത് നമ്മൾ കൊടുക്കുവാണ്. അപ്പം എന്ത് ഫുഡാണെന്നൊന്നും പേഷ്യന്റിന് വലിയ ഐഡിയ ഇല്ല, അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നും ഐഡിയ ഇല്ല. അതുകൊണ്ടാണ്